ഹലോ, PC സീനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്വിസ്റ്റേഴ്സ് ഒരു സർവൈവൽ ഡിസാസ്റ്റർ മൂവി കണ്ടു. അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. Guys, whatever's in there, it's big and it's moving fast. Drive. അപ്പം അതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത് മാർക്ക് എൽ സ്മിത്ത് ആണ്. ഡയറക്റ്റഡ് ബൈ ലീ ഐസക് ചുങ് പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ സ്റ്റോറി ബൈ ജോസഫ് കൊസിൻസ്കി എന്ന് പറഞ്ഞ ഒരാളുടെ സ്റ്റോറിയിൽ നിന്ന് ഉൾക്കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു പടമാണ് ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം. അതുപോലെ തന്നെ ചുഴലി ട്രെയിലർ കണ്ടിട്ടുള്ളവർക്ക് അറിയാം പടത്തിന്റെ ഒരു സംഭവത്തെ പറ്റി. ഇത് പടം കാണാൻ പോയതും വേറൊരു സംഭവമാണ്. എന്താ വെച്ചാല് ഞാനൊരു ദിവസം ഇങ്ങനെ വൈകുന്നേരം ഒരു 8 മണി ആയപ്പോഴത്തേനും ഞാനിങ്ങനെ പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ട് ബുക്ക് മൈ ഷോ നോക്കിയപ്പോഴത്തേനും 2 പുതിയ പടം വന്നിട്ടുണ്ട്. ഇപ്പൊ ഏത് പടം കാണാൻ പോകണം എന്ന് ആലോചിച്ചിട്ട് ഞാൻ ട്രെയിലർ കണ്ടിട്ട് കാണാൻ പോകാം എന്ന് ഓർത്തിട്ട് ആ ട്രെയിലർ കാണുന്നതിന്റെ റിയാക്ഷൻ വീഡിയോ എല്ലാം ഉൾപ്പെടെ എടുക്കാം എന്നൊരു സംഭവമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ 2 ട്രെയിലർ വീഡിയോ കണ്ട് ഞാൻ ഭയങ്കര റിയാക്ഷൻ ഒക്കെ കൊടുത്ത് എന്നാ ഈ പടം കാണാൻ പോകാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോയി. പക്ഷെ പോകുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ ട്വിസ്റ്റർ കാണാൻ പോകുന്ന ആലോചിച്ചിട്ട് അവിടെ ചെന്നപ്പം മലയാളം പടമല്ലേ, ഇടിയൻ ചന്ത് കണ്ടാക്കാന്ന് ഓർത്ത് പെട്ടെന്ന് ഇടിയൻ ചന്ത് കാണാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അത്ര വലിയ സുഖം തോന്നിയില്ല. പിന്നെ പോയിട്ട് വന്നിട്ട് ആദ്യം ട്രെയിലർ റിയാക്ഷൻ ഇട്ടിട്ട് പിന്നെ റിവ്യൂ ഇടാന്ന് ഓർത്തിരിക്കുകയായിരുന്നു. തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ മൈക്ക് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു, അതുപോലെ തന്നെ റെക്കോർഡിങ് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു, ക്യാമറ മാത്രം ഓൺ ആയിരുന്നു. ട്രെയിലർ റെക്കോർഡ് ആയിട്ടില്ല, പിന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നു. ഈ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി. ഞാൻ റെക്കോർഡ് ചെയ്യാനുള്ള സംഭവമൊക്കെ മറന്നൊക്കെ പോയിട്ടാണ് ഞാൻ ശരിക്കും വെച്ചത്. ട്വിസ്റ്ററിനെ പറ്റിയാണല്ലോ പറഞ്ഞത്, അപ്പൊ അതിനെപ്പറ്റി പറയാം. ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പടം ഒരു ചുഴലിക്കാറ്റിനെ പറ്റിയുള്ള സിനിമയാണ്. ടൊർണാഡോ ചുഴലിക്കാറ്റിനെ പറ്റിയുള്ളൊരു സിനിമയാണ്. സർവൈവൽ മൂവി തിയേറ്ററിൽ മിസ്സായവർക്ക് ഇനി പോയി കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സർവൈവൽ മൂവിയാണ്. ഞാൻ ഓർത്തത് ട്രെയിലറിനകത്ത് ഇടയ്ക്ക് 2 ചുഴലിയൊക്കെ വരുന്ന കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ആദ്യം ഒരു ചുഴലി വരും, പിന്നെ ഒരു ചുഴലി വരും, പിന്നെ അവസാനം ഒരു വലിയ 2 ചുഴലി വരാൻ പോവുകയാണ്, അതിനെ ആയിരിക്കും തളയ്ക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഇതാണ് നമുക്ക് ട്രെയിലറിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചിങ്ങനെ പോവാണ്. അപ്പം പടം തുടങ്ങുന്നത് തന്നെ ഒരു പരീക്ഷണമായിട്ടാണ് പടം തുടങ്ങുന്നത്. ഇപ്പൊ ഒരു സ്റ്റുഡൻസ് ആണ്, അവരിങ്ങനെ ചുഴലിക്കാറ്റിനെ ഇങ്ങനെ നിർത്തുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു സ്റ്റഡി ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ അതില് ആക്സിഡന്റ് ഉണ്ടായിട്ട് കുറെ പേരെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അപ്പം അതിന്റെ ഒരു വ്യക്തിമാണ് നമ്മുടെ നായിക. പുള്ളിക്കാരി ഇങ്ങനെ അപ്പൊ ആ ഒരു ലൈഫിൽ നിന്ന് മാറി പുള്ളിക്കാരുടേതായിട്ടുള്ള IT ഫീൽഡിൽ ലൈഫ് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പഴയ ആ ഒരു സുഹൃത്ത് ഇങ്ങനെ വരുന്നത്. അപ്പൊ അതിൽ നിന്നുള്ളൊരു സുഹൃത്ത് ഇങ്ങനെ വന്നിട്ട് ഒരു പുതിയ ഐഡിയ പറയുകയാണ്. ഇപ്പം ടൊർണാഡോ ചുഴലിക്കാറ്റ് എങ്ങനെ നമുക്ക് തടുക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ പറയും. പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെടും. പുള്ളിക്കാരുണ്ട് ഒരു സ്ഥലമുണ്ട്, ഒരു പ്രത്യേക ഏരിയ ഉണ്ട്, അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ അതിന്റെ ഒരു അന്തരീക്ഷത്തിന്റെ ഒരു സംഭവം കാരണം അവിടെ ചുഴലിക്കാറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതിങ്ങനെ അതിനടുത്ത് തന്നെ കുറെ വില്ലേജും ടൗണും ചെറിയ ചെറിയ റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് അത് ഭീഷണിയാകും. അപ്പം അത് തടയണം എന്നുള്ള ഒരു പ്ലാനുമായിട്ട് ഇവിടെ ഇങ്ങനെ പുതിയ പ്ലാനുമായിട്ട് പോകുമ്പോഴത്തേനും അപ്പോഴാണ് നമ്മുടെ നായകൻ എൻട്രി. നായകൻ അന്നേരം ഒരു കൗബോയ് സെറ്റപ്പിലൊക്കെയാണ് പടം വരുന്നത്. കൗബോയ് സെറ്റപ്പിലൊക്കെ വന്ന് ഇറങ്ങും. ഇവരിങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കുന്നത്. അവരിങ്ങനെ ഭയങ്കര യൂട്യൂബ് സ്ട്രീമേഴ്സ് ആണ് ശരിക്കും. അവരിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് സ്ട്രീം ചെയ്ത് ഇങ്ങനെ വരും. അവരുടെ ഇൻട്രോ ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഈ പുള്ളിയും അങ്ങനെ തന്നെ ടൊർണാഡോ എന്ന് പറഞ്ഞ ആ ഒരു ചുഴലിക്കാറ്റിനെ ഇല്ലാതാക്കുന്ന ഒരു ട്രൂപ്പ് തന്നെയാണ്. ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് കാണിച്ച്, പിന്നെ ഇടയ്ക്കൊന്ന് കാണിച്ച്, പിന്നെ അവസാനം ഒന്ന് കാണിക്കുമല്ല ശരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്കെല്ലാം പടം പോകുന്നതേ ഈ ഒരു ചുഴലിക്കാറ്റ് കാണിച്ചുകൊണ്ട് തന്നെയാണ്. ഗോഡ്സില മൂവിയെ കാണുമ്പോഴത്തേനും ആദ്യം ഇടയ്ക്ക് വന്ന് പോയിട്ട് പിന്നെ അവസാനമായിരിക്കും ഗോഡ്സില വരുന്നത്. അതുവരെ ഉള്ള സംഭാഷണം കാര്യങ്ങളെല്ലാം കണ്ട് നമ്മൾ ഗോഡ്സില കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അവസാനം ഗോഡ്സില വരുമ്പോൾ ചെറിയ മനസ്സുഖമാണ്. അതുപോലല്ല, ഇടയ്ക്കിടയ്ക്ക് എല്ലാം ടൊർണാഡോ വരുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അതിനകത്ത് ഇങ്ങനെ അവർക്കിങ്ങനെ പിടിച്ചിരുത്താനായിട്ടുള്ള സാധനം ഇവർക്ക് ശരിക്കും കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഓരോ ടൊർണാഡോ വരുമ്പോഴത്തേനും ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുകയും പുതിയ കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുകയൊക്കെ ചെയ്യാണ്. എഡ്ജ് ഓഫ് ദി സീറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമൊക്കെ വരുമല്ലോ, നെയിൽ ബിറ്റിംഗ് സീക്വൻസ് ഒക്കെ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ ഇവർ കൊണ്ടുവരാനൊക്കെ പറ്റുന്നുണ്ട്. ആ ഒരു നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു സംഭവത്തിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ടൊക്കെ ശരിക്കും സാധിക്കുന്നുണ്ട്. VFX കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് തന്നെ, അടിപൊളിയായിട്ട് തന്നെ VFX ടൊർണാഡോ എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റിനെയൊക്കെ നമുക്ക് ശരിക്കും നമുക്ക് അതിലൊരാളായിട്ട് തന്നെ നമ്മളെ കാണിക്കാനൊക്കെ അവർക്ക് സാധിക്കുന്നൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഒരു ഫീല് കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കുന്നൊക്കെ ഉണ്ട് പടത്തിന്. സർവൈവൽ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കണ്ടിരിക്കാവുന്ന ഒരു
ഫസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് ട്വിസ്റ്റേഴ്സ്. ഞാൻ പടം കണ്ടിട്ട് ഇപ്പോൾ 2 ആഴ്ചയാണ്ടായി. തിയേറ്ററിൽ നിന്നൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പോയിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും പടം നിങ്ങൾക്ക് തരാൻ പോകുന്നത്. പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അതൊക്കെ തന്നെ. ബൈ.